അവനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ ആൾ ഗൾഫിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തല്ല. അത്തരത്തിലുള്ള ഒരാളുകളെ നമ്മൾ നേരിട്ട് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ അവനെക്കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചാൽ അത് അവൻ്റെ ചെവിയിലെത്തും. അപ്പോൾ പിന്നെ അവനെ എസ്കേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവനെ പിടിക്കപ്പെടാനോ ഒക്കെ നമുക്ക് സാധ്യത കുറവാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ആളുകളും അറിയാൻ പാടില്ല. ഒരാളുകളും ചോദിക്കാതെ നമുക്ക് കാര്യങ്ങൾ എത്തണം. അപ്പോൾ അവൻ ഗൾഫിൽ എവിടെയാണെന്ന് അറിയണം, എന്നാണ് പോയതെന്നറിയണം, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, എവിടേക്കാണ് വരാറ്, ഇതൊന്നും കാര്യങ്ങളൊന്നും ഒരു ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയും. അത് അവൻ്റെ ചെവിയിലെത്തും, വീട്ടുകാരുടെ ചെവിയിലെത്തും. അവൻ വിദേശത്താണ്, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തല്ല, ബുദ്ധിമുട്ടുകളുണ്ടാവും, തെളിവുകൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ആരോടും അന്വേഷിക്കാതെ ഈ കാര്യങ്ങൾ തെളിവെടുക്കണം എന്ന് കരുതിയിട്ട് മെല്ലെ അവനെ പഠിച്ച സ്കൂളൊന്ന് കണ്ടെത്തി. അപ്പോൾ നമുക്ക് അവൻ പാസ്പോർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, ഒരാളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആദ്യം അവൻ്റെ പേരിനോടൊപ്പം അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അതിന് കൂടുതൽ ഈ അഡ്രസ്സ് വെച്ചാൽ മാത്രം നമുക്ക് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. അങ്ങനെ ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്താൻ വേണ്ടി സ്കൂളിൽ പോയി അന്വേഷിച്ചു. ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്തി. ആ ഡേറ്റ് ഓഫ് ബർത്തും പേരും ഡീറ്റെയിൽസൊക്കെ വെച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്തു. പോലീസ് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ അവൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വന്നു. പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവത്തിന് ശേഷം വളരെ എമർജൻസി പാസ്പോർട്ട് എടുത്തിട്ടാണ് ആൾ ഗൾഫിൽ പോയിരിക്കുന്നത്, പാസ്പോർട്ടാണ് അവരെടുത്തിരിക്കുന്നത് മനസ്സിലായി. അത് ഒരു സംശയം. എമർജൻസി ഗൾഫിലൊന്നും പോകാൻ അതുവരെ ഉദ്ദേശം ഉണ്ടായിരുന്നാത്ത ആൾ പെട്ടെന്ന് എമർജൻസി പാസ്പോർട്ട് എടുത്തിരിക്കുന്നു. അത് ഒരു സംശയമായി. ആ എമർജൻസി പാസ്പോർട്ട് പ്രകാരം വീണ്ടും ഞങ്ങൾ ആ പാസ്പോർട്ട് നമ്പർ വെച്ച് എമിഗ്രേഷനിലേക്ക് എഴുതി. അങ്ങനെ എമിഗ്രേഷനിലേക്ക് എഴുതി വന്ന് നോക്കിയപ്പോൾ ഇത് ആദ്യം പോയിരിക്കുന്നത് ദുബൈയിലേക്കാണ്. ഈ സംഭവത്തിന് ശേഷം, ഈ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റേ കടയൊക്കെ ലോക്ക് ചെയ്ത് അവൻ പെട്ടെന്ന് ദുബായി പോയി. അവിടെ നിന്ന് വന്നിരിക്കുന്നു. വന്നിട്ട് വീണ്ടും 4 ദിവസം നിന്ന് വീട്ടിലൊന്നും വരാതെ ഈ ഭാഗത്തേക്കേ വരുന്നില്ല, വീടിൻ്റെ പരിസരത്തേക്കേ വരുന്നില്ല. വീണ്ടും നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീണ്ടും കയറിപ്പോയിരിക്കുന്നു ദുബായിക്ക്. പിന്നെ വീണ്ടും വന്നിരിക്കുന്നു, കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നു. ഇങ്ങനെ 3-4 പ്രാവശ്യം വന്നിരിക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ അവൻ ലാസ്റ്റ് പോയിരിക്കുന്നത് മസ്കറ്റിലേക്കാണ്. എന്നിട്ടും തിരിച്ചു വന്നിട്ടിരിക്കുന്നു, വീണ്ടും പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല, വീടിൻ്റെ പരിസരത്തേക്ക് വന്നിട്ടില്ല. വീട്ടിലേക്ക് ഒരൊറ്റ പ്രാവശ്യം ഗൾഫിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കൂടുതൽ സംശയമായി. പക്ഷേ മസ്കറ്റിൽ എവിടെയാണ്, എന്താണെന്ന് കാര്യങ്ങളും യാതൊരു അറിവുമില്ല. പിന്നെ സാമ്പത്തിക ഇടപാടുകളും ഫൈനാൻസുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ വഴിക്കാണ് അന്വേഷണം നടത്തിയത്. കാരണം ഈ മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു റോബറിയുടെ ആ ഒരു വഴിക്കാണ് അന്വേഷണം നടത്തിയത്. കാരണം അതുകൊണ്ട് നമ്മൾ അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകളും കാര്യങ്ങളും അവൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ചും ലോൺ എടുത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചില മറ്റേ മണപ്പുറം ഫൈനാൻസിലെ 1-2 സ്ഥലങ്ങളിൽ. പക്ഷേ പിന്നെ എവിടെയാണ് ഇപ്പോൾ കുവൈറ്റിൽ അല്ല മസ്കറ്റിൽ എവിടെയാണ് എന്താണെന്നറിയില്ല. അങ്ങനെ അവൻ്റെ ഫേസ്ബുക്ക് നമ്മൾ നോക്കി. ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ അവൻ മസ്കറ്റിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു കോൺടാക്റ്റ് നമ്പർ നമുക്ക് ഇവൻ്റെ CDR നിന്ന് കിട്ടി. എറണാകുളവുമായി ബന്ധപ്പെട്ട മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളുടെയാണ്. അതാരാണ് എന്താണെന്ന് നോക്കിയപ്പോൾ അയാളുടെ ഐഡിയും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ അയാൾ വിദേശത്ത് സ്റ്റുഡിയോ നടത്തുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ അയാളും കോൺടാക്റ്റ് ഉണ്ടാവുമെന്നും ഇവൻ സ്റ്റുഡിയോ നടത്തുന്ന ആളായിരുന്നു, അതിൻ്റെ പേരിൽ അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞങ്ങൾ ഊഹിച്ചു. അങ്ങനെ ആ വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രവാസിയുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അയാൾ കൊച്ചിക്കാരനായിട്ടുള്ള ഒരു ജോർജ്, എറണാകുളത്തുകാരനായ ഒരു ജോർജാണെന്ന് മനസ്സിലായി. എങ്ങനെ ജോർജിൻ്റെ വീട് അന്വേഷിച്ച് അവിടെ ജോർജിൻ്റെ അടുത്ത് വീട്ടിൽ ചെന്നു. അന്വേഷിച്ചപ്പോൾ നല്ല ചുറ്റുപാടിലൊക്കെ ഉള്ള നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള വലിയൊരു വീടും കുറേ 2-3 ബെൻസൊക്കെ കണക്ക് നിൽക്കുന്ന കാറൊക്കെ ഉള്ള ഒരു വലിയൊരു വീടാണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവരുടെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്താ ജോലി എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ് പറഞ്ഞു. ഇന്ന കേസാണ്, എവിടുത്തെ കേസാണ്, ഏത് നാട്ടിൽ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭർത്താവുമായിട്ട് സംസാരിക്കണം കാര്യങ്ങൾ, അവർക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഇവനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോ നടത്തുകയാണ്, സ്റ്റാഫുകളുണ്ടോ? കുറേ സ്റ്റാഫുകളുണ്ട് സാർ എന്ന് പറഞ്ഞു. സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭർത്താവിനെ വിളിക്കാറുണ്ട്. അങ്ങനെ ഭർത്താവിനെ വിളിച്ച് അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ സ്റ്റാഫുകളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിൽ ഇവൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എപ്പോഴാണ് സാറ് പറയുമ്പോൾ അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അയാൾ പിറ്റേ 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗൾഫിൽ നിന്ന് വന്നു. ഞങ്ങളെ വന്ന് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ സജിത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സജിത്തിനെ കുറിച്ച് സാർ അതുകൊണ്ടാണ് തന്നെ അവനോട് നാട്ടിൽ പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നില്ല. അവൻ നാട്ടിലൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അത് അവിടെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്.
നാട്ടിൽ പോകുന്നില്ല, എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയായി, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ നമുക്ക് അവനൊന്ന് കിട്ടണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാർ ഞാൻ ഗൾഫിൽ പോയിട്ട് അവൻ്റെ വിസ പുതുക്കേണ്ട സമയമായി, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു വിടാം എന്നാൾ പറഞ്ഞു. അങ്ങനെ അയാൾ നാട്ടിൽ തിരിച്ചു പോയി. ഞങ്ങളുടെ ഇവനെ എന്ത് കേസാണെന്നോ വേറെ ഏത് കേസാണെന്നോ എന്താണ് സംഭവം എന്നോ ഒന്നും ഈ ആളോട് ഷെയർ ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒരു പ്രമാദമായ കേസാണ്, അതിൻ്റെ ഒരു അന്വേഷണമാണ്, എവിടത്തെ എന്താണെന്നും പറഞ്ഞില്ല. അയാൾ വളരെ നല്ലൊരു മനുഷ്യനായതിൻ്റെ പേരിൽ സാറേ അത് നമ്മൾ സഹകരിക്കാം എന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാൾ വിളിച്ചു, സാർ ഇതാ ഇത്ര നമ്പർ ഫ്ലൈറ്റിൽ ഇന്ന പോലെ വരുന്നുണ്ട്, ഇന്നാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ എൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന് എമിഗ്രേഷനിൽ എല്ലാവരെയും അറിയിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറി നിന്നു. ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ ഒക്കെ നിന്ന് ഇവൻ വരുന്നത് നോക്കിയിരുന്നു. അപ്പോൾ ആദ്യം ഈ ജോർജ് പിന്നീട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് ആ ഫ്ലൈറ്റിൽ പറഞ്ഞു. അങ്ങനെ ജോർജ് കടന്നുപോയി, മൈൻഡ് ചെയ്തില്ല, ചിരിച്ചു അങ്ങനെ കടന്നുപോയി. തൊട്ട് പുറകിൽ ഇവർ 2 പേര് കൂടി വന്നിട്ട് ഇവർ പുറത്തേക്ക് വരുന്നില്ല. ആദ്യം ബാത്റൂം പോയി, പിന്നെ കുറേ അവിടെ തിരിഞ്ഞ് കളിച്ച് നിന്നു, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് കളിച്ചു, അങ്ങനെ നിന്ന് പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി അവിടെ നിന്ന് പുറത്തേക്കേ വരുന്നില്ല. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് മെല്ലെ പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് പിടിക്കാൻ കൊണ്ട് ബുദ്ധിമുട്ടില്ല, എന്നിപ്പോൾ സീൻ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ. അങ്ങനെ ഒരുവിധം പുറത്തേക്ക് വന്നപ്പോൾ നല്ല ഇതിൻ്റെ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ പോലീസാണ്, സഹകരിക്കണം, ഒപ്പം പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾ ആകെ മേലേക്ക് നോക്കുക, എന്താണെന്ന് അറിയാണ്ട്. അവർക്കൊന്നും അറിയണില്ലോ, ഇവനും അത്ര പ്രതീക്ഷിച്ചിട്ടില്ല കാര്യങ്ങൾ. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇനി തിരിച്ചു പോകണോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഭാര്യ വീട്ടിൽ പോകണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ തിരിഞ്ഞ് കളിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ അവനെ വണ്ടി കയറ്റി കൊടുന്ന് നമ്മൾ ഇവിടെ ആലുവയിൽ കൊടുന്ന് വിശദമായി ചോദ്യം ചെയ്ത് കുറേ പറയാൻ മടിച്ചു, പറഞ്ഞില്ല, എനിക്കറിയില്ല സാർ, ഞാൻ പാസ്പോർട്ടിൻ്റെ കേസാണെന്നൊക്കെ എഴുതി, അങ്ങനെ നിങ്ങൾ കുറേ കാലം പറഞ്ഞു. നിരന്തരമായ ചോദ്യം ചെയ്യൽ വളരെ വൈകി. അവൻ സാർ എനിക്ക് കുറച്ച് ഈ കൺഫെഷൻ മൂഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂഡുണ്ട്, കൺഫെഷൻ, അതൊരു വല്ലാത്തൊരവസ്ഥയെ പ്രതികളുടെ. അവിടേക്ക് എത്തുമ്പോൾ ചിലർക്ക് വീടി വലിച്ചാൽ ചിലർ പറയും, ചിലർ കഞ്ചാവ് വലിച്ചാൽ പറയും, ചിലർ മദ്യം കഴിച്ചാൽ പറയും, ചിലർക്ക് വെള്ളം കുടിച്ചാൽ മതി, ചിലർക്കൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നാൽ മതി, എന്നിട്ട് അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ഒരു പൊട്ടിക്കരച്ചലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന്. അങ്ങനെയുള്ള കുറേ കേസുകൾ അങ്ങനെയാണ്. അതുപോലെ ഇവൻ സാർ എനിക്ക് കുറച്ച് വെള്ളം തരുന്നതെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇൻട്രോഗേഷൻ നടന്ന് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴും അവന് മറുപടി ഇല്ലാതാകുന്നു. കുറേ നേരം പിടിച്ചു. കാരണം നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഇവന് ഉള്ള എവിഡൻസ് ഒന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ തെളിവുകൾ മാത്രം, ഇങ്ങനെ ഈ പറഞ്ഞ മാതിരിക്ക് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് അവൻ കുടിച്ചതിന് ശേഷമാണ് പിന്നെ കൺഫെഷൻ വരുന്നത്. ഒന്ന് പൊട്ടിക്കറിഞ്ഞിട്ടൊരു കൺഫെഷനാണ്. അപ്പോൾ ഈ പ്രതിയുടെ അയൽവാസിയാണ് ഈ കൊല്ലപ്പെട്ട ജലജയുടെ ബന്ധു കൂടിയായിട്ടുള്ള രാജു പ്രതിയുടെ അയൽവാസി മാത്രമല്ല കൂട്ടുകാരനുമാണ്. അപ്പോൾ രാജു ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാജുവും പ്രതിയും തമ്മിൽ മറ്റുള്ള കൂട്ടുകാരും എല്ലാം ഇരുന്ന് നിരന്തരം വൈകുന്നേരങ്ങളിൽ രാത്രിയൊക്കെ വെള്ളടിക്കൽ പതിവാണ്. ഈ സംഭവത്തിൻ്റെ തലേ ദിവസം രാജുവും ഈ പ്രതിയും മറ്റു കൂട്ടുകാരൊക്കെ ഇരുന്നിട്ട് തൊട്ടടുത്ത ഒരു വീട്ടിലിരുന്ന് നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ആ മദ്യം കഴിക്കുന്നതിൻ്റെ ഇടയിൽ രാജു പറഞ്ഞു, എനിക്ക് ജലജാക്ക വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാറ്, അപ്പോൾ അത് എടുക്കാൻ പോകണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൂര്യേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാറ് തരാമെന്ന്, അപ്പോൾ ആ കാറൊക്കെ എടുക്കാൻ പോകണം, നീ കാർ എവിടെ സർവീസിന് കൊടുക്കാറ്, നിൻ്റെ കാറൊന്ന് സർവീസിന് കൊടുക്കണം എന്നുള്ള വിവരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രതിയോട് ഇങ്ങനെ ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാജുവിൻ്റെ അവിടേക്ക് പോകണമെന്നൊക്കെ ജലജയുടെ അവിടേക്ക് പോകണമെന്നും. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു, ഇവിടെ നാടൻ ചാരായം കിട്ടിയാൽ കുറച്ച് അടിക്കണം എന്നുണ്ടായിരുന്നു, കുറേ കാലമായി ഗൾഫിലൊക്കെ നിന്നിട്ട് ഇതൊന്നും നടക്കണില്ലല്ലോ, നാടൻ ചാരായം കിട്ടിയാൽ കുറച്ച് അടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ പ്രതി വേറൊരു സ്ഥലത്തേക്ക് 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇതേമാതിരിക്ക് ഡ്യൂട്ടിക്കായി പോയി അവിടെ ഇരുന്ന് മദ്യപിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നിന്ന് ചാരായം കിട്ടി മദ്യപിച്ചു. ഇവനൊരു സ്വഭാവമുണ്ട്, മിറണ്ടയിലൊക്കെ കലക്കിയിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രിങ്ക്സിലൊക്കെ കലക്കിയിട്ടാണ് കുടിക്കൽ കൂടുതലും. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജുവിനെ വിളിച്ചു. അപ്പോൾ രാജു പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ടടാ, ഞാൻ ജലജാക്കാൻ്റെ അവിടേക്ക് കാർ എടുക്കാൻ വേണ്ടി പോവുക, ഇപ്പോൾ വേണ്ട എനിക്ക്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്തു. ഇവൻ അങ്ങനെ മദ്യപിച്ച് നല്ല മൂടൊക്കെ ആയതിന് ശേഷം കുറച്ച് മദ്യം ഈ രാജുവിനുള്ള ബാഗിലൊക്കെ കരുതി, പിന്നെ കുറച്ച് മിറണ്ടയിലൊക്കെ കലക്കി കുടിച്ച് അതിൻ്റെ ബാക്കി അതും കയ്യിൽ വെച്ച് അങ്ങനെ ഹൈവേ വഴിക്ക് അവൻ്റെ കോട്ടൊക്കെ ഇട്ട് നല്ല മഴയുള്ള നല്ല കറക്കളത്തിലെ കറുത്ത വാവ് ദിവസം എല്ലാവരും ഇങ്ങനെ
വാവ് ബലി ഇടാനൊക്കെ പോയ സമയമാണ്. അവനൊരു 10-11 മണിയാകുമ്പോൾ അവൻ നേരെ വന്ന് 11 മണിയോടി നേരെ ജലജറ അവിടേക്ക് വന്നു. രാജുവിനെ അന്വേഷിച്ച് വന്നതാ. അപ്പോൾ ജലജറ വീടിൻ്റെ മുൻവശം വേലികളൊക്കെ ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. പൊന്തക്കാട് പിടിച്ചിട്ട് ഇങ്ങനെ വേലികൾ ഇങ്ങനെ വേലി നിൽക്കുന്നുണ്ട്. ഗേറ്റില്ല. മോട്ടോർ സൈക്കിൾ കൊണ്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ രാജുവിൻ്റെ ഭാര്യ മറ്റേ ജലജ വീടിന് മുന്നിലേക്ക് വന്നു. ജലജ കുളിച്ച് ഈറനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ജലജയ്ക്ക് ഒരു ഫോൺ വന്നു. ജലജയ്ക്ക് ഫോൺ വന്നപ്പോൾ ജലജ മറ്റേ രാജു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു വന്ന പ്രതിയോട് കയറിയിരിക്കാൻ പറഞ്ഞു. ജലജയ്ക്ക് ഇയാളെ അറിയാം, രാജുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, ഈ കുടുംബം എല്ലാ കാര്യങ്ങളും അറിയാം. കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ജലജ അവിടുത്തെ ഒരു ദിവാൻ കോട്ടിൽ കയറി ഇങ്ങനെ കിടന്ന് അമ്മാവൻ ആരോ കൊണ്ട് ഗൾഫിലുള്ള ആൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ വന്നുകൊണ്ട് അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതി ആ സെറ്റിയിൽ അവിടെ അങ്ങനെ ഇരുന്നു. അവൻ നല്ല മദ്യത്തിൻ്റെ മൂഡിലായിരുന്നു. മാത്രമല്ല ഈ കയ്യിലുണ്ടായിരുന്ന മിറണ്ട ജലജയ്ക്ക് കൊടുത്തു. ജലജ അത് കുടിച്ചു. അങ്ങനെയാണ് ജലജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യം അകത്തി എന്നതായിട്ട് കാണുന്നത്. അത് വലിയ വിവാദങ്ങളുണ്ടായതാണ്. ജലജ മദ്യം കഴിച്ചിരിക്കുന്നു, തലേ ദിവസം രാത്രി ആരൊക്കെ വന്ന് മദ്യം കഴിച്ച് ഒപ്പം കൂടിയിരുന്ന് മദ്യം കഴിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ജനങ്ങൾ കുറേ കിംവദന്തികളൊക്കെ പരത്തിയിരുന്നു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മദ്യത്തിൻ്റെ അംശം കാണാനിടയായത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഈ മിറണ്ട കുടിച്ചു, മദ്യമാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനിലെ മൃഗം അല്ലെങ്കിൽ ഇവനിലെ ആ പ്രതി ഒദ്ദി വന്നു. ഇവന് കയറി ജലജക്കനെ കയറി പിടിച്ചു. അപ്പോൾ അവർ തടുത്തു. നീ എന്താ കാണിക്കുന്നത്, പട്ടി തെറി എന്നൊക്കെ തെറിയൊക്കെ പറഞ്ഞ് ഈ ഫോണൊക്കെ തട്ടി മാറ്റി. ഫോണൊക്കെ പിടിച്ചിട്ട് നിൻ്റെ വീട്ടുകാരെ വിളിക്കട്ടെ, ഞാൻ എന്താ നീ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഇവൻ കയറി പിടിച്ചു. അത് പിടിയും വലിയായി. ആ ബെഡ്റൂമിൽ വെച്ച് ഇവൻ നിലവിളക്കുണ്ടായിരുന്നു, അവിടെ കിട്ടിയ സാധനം നിലവിളക്കായിരുന്നു, അതെടുത്ത് അടിച്ച് കൊലപ്പെടുത്തി. പിന്നെ അവൻ്റെ മാനം രക്ഷിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്തതാണ്. ഈ പിടിക്കുകയും ചെയ്തു. പിന്നെ അവർ വയലൻ്റായപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ സ്മോദറിങ് ഉണ്ടായി. ഈ തലയാണ വെച്ച് പൊത്തി. അങ്ങനെ അവർ കൊല്ലപ്പെട്ടു. ഈ ബ്ലീഡിങ്ങിലും ഈ മുറിവിൻ്റെ ഇതിലും മറ്റേ സ്മോദറിങ്ങിലൊക്കെ ആയിട്ട് അവർ കൊല്ലപ്പെട്ടു. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആരോ പുറത്ത് വന്നത്. ആ സമയത്ത് വന്നത് ഈ ജലജക്കയുടെ ഭർത്താവിൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ രാജുവിൻ്റെ അച്ഛനാണ് വന്നത്. രാജുവിൻ്റെ അച്ഛൻ വീടിൻ്റെ 4 പുറമൊക്കെ നടന്ന് നാളികേരങ്ങളൊക്കെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് കുറേ വിളിച്ചൊക്കെ ആരും വിളിയായിട്ടില്ല എന്നപ്പോൾ രാജുവിൻ്റെ അച്ഛൻ മെല്ലെ അവിടെ നിന്ന് പോന്നു. എന്നാൽ ഇവൻ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആരാണ് വന്ന ആൾ അകത്ത് കിടന്നാൽ ശരിപ്പെടുത്താൻ വേണ്ടി. ഇവനിതിൽ നിന്ന് രക്ഷപ്പെടണം. ഇവനൊരു അബദ്ധം പറ്റി, അതിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ ആരും കടന്നില്ല. അവരങ്ങനെ പോയി. ഇവനൊരു 2-2.5 മണിക്കൂറോളം അതിനാ വീടിനകത്ത് ചിലവഴിച്ചു. അപ്പോൾ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ ഇവരുടെ ആഭരണങ്ങളൊക്കെ എടുത്തു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു. ഇതെല്ലാം പാക്ക് ചെയ്തു. ഈ ആഭരണങ്ങളൊക്കെ എടുത്തത് ഇതൊരു റോബറി അല്ലെങ്കിൽ ഒരു കവർച്ചയിലേക്ക് കടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ടെറസിൻ്റെ മേലെ മറ്റത്തെ റൂമിൽ പോയി, ബാത്റൂമിൽ പോയി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി. എല്ലാം കഴുകി, എല്ലാ തെളിവുകളും നശിപ്പിച്ചു. ഫുട് പ്രിൻറ്റും എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചു. ഫിംഗർ പ്രിൻറ്റും എല്ലായിടത്തിലൊക്കെ വെള്ളം കഴുകി അവൻ വൃത്തിയാക്കി. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കണ്ണ്, ഒരു കൈ എന്ന് പറയില്ലേ, നമ്മളൊരു ഏത് സീനിലും നമുക്കൊരു തെളിവ് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു തെളിവ് അവിടെ ഉണ്ടായിരുന്നു. ഇവനിതൊക്കെ ചെയ്തെങ്കിലും ഇവൻ്റെ കാൽപാദം പറഞ്ഞ ഫുട് പ്രിൻറ്റ് പതിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവർ അവിടെ ഉണ്ടായിരുന്നു. ഈ കഴുകുന്നതിൻ്റെ ഇടയിൽ
ഈ പ്ലാസ്റ്റിക് കവർ നേരെ സെറ്റിൻ്റെ അടിയിലേക്ക് പോയി. അത് അവിടെ കിടന്നു. ഫുട് പ്രിൻറ്റിന് യാതൊരു മാറ്റവും പറ്റില്ല. ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ടുള്ള ഒരു ഫുട് പ്രിൻറ്റ് അത് സെറ്റിൻ്റെ അടിയിലേക്ക് പോയി. അത് നമുക്കൊരു തെളിവായി, വളരെ ഒരു മെറ്റീരിയൽ എവിഡൻസ്, നല്ലൊരു തെളിവായിട്ട് നമുക്കത് കിട്ടി. ഇവൻ്റെ ഫുട് പ്രിൻറ്റും ആ ഫുട് പ്രിൻറ്റും ഒന്നായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴുകി മോട്ടോർ സൈക്കിൾ എടുത്ത് അവിടുന്ന് സ്ഥലം വിടുകയാണ്. അപ്പോൾ ഈ സാക്ഷികളിൽ ചിലത് ആ സമയത്ത് പറയുന്നുണ്ട്, ജലജക്ക ഒരാളുമായി സംസാരിക്കുന്ന സൗണ്ട് ഞാൻ അതിൽ നടന്നു പോകുമ്പോൾ കേട്ടു എന്നൊരു സ്ത്രീ പറയുന്നുണ്ട്. വേറൊരു ഡ്രൈവർ പറയുന്നുണ്ട്, തടിച്ചിട്ടുള്ള കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ മോട്ടോർ സൈക്കിളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവനെ ആരും മുഖം അറിയുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കല്ലേ, റോഡ് ഈ ഭാഗത്തേക്കല്ലേ, അവനങ്ങനെ ആരും കാണുന്നില്ല. നല്ല മറവുള്ള സ്ഥലമാണ്. ഇത്രയൊക്കെ മൊഴികളുണ്ടെങ്കിലും ഇവനെ ആരും ഐഡൻറ്റിഫൈ ചെയ്തില്ല, ഇവനെ ആരും സംശയിക്കുന്നുമില്ല. കാരണം അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവനാണ്. അങ്ങനെ ഇവൻ അവിടുന്ന് പോയി നേരെ കടപ്പുറത്തേക്ക് പോയി. കടപ്പുറത്ത് നമ്മുടെ കുമാരനാശാൻ, നമ്മുടെ തോണി അപകടത്തിൽ മരണപ്പെട്ട കുമാരനാശാൻ തോണി അപകടത്തിൽ കൊട്ട ആ സ്ഥലത്ത് പോയി. പിന്നീട് ഞങ്ങൾ അന്വേഷണ സമയത്തൊക്കെ അവിടെ വലിയ മണൽ ഖനനവും ഫാക്ടറി പോലെയൊക്കെ എന്തൊക്കെയോ വന്നിരിക്കുന്നു. അവിടെ പോയി മുതലുകളെല്ലാം നേരെ കടലിലേക്ക് എറിഞ്ഞു. അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ സിമ്മിന് ഒരു ലൊക്കേഷൻ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് നേരെ കടലിലേക്ക് എറിഞ്ഞു. അവിടെ വൈകുന്നേരം വരെ ഇരുന്നു. അവൻ നേരെ കടയിൽ വന്നു. പിന്നെ വൈകുന്നേരത്താണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പോൾ അവൻ നനഞ്ഞ് ഈർന്നായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വരുന്നത്. വേറെ ഡ്രസ്സ് അവനും ഭാര്യ അത് കാണുന്നുണ്ട്. എന്താ ചോദിച്ചാൽ ഞാൻ കൂട്ടുകാരായിട്ട് കടലിൽ നീന്താൻ പോയതാ, കളിക്കാൻ പോയതാ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനിച്ചു. പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ 4:30 മണിക്ക് അവൻ്റെ ലൊക്കേഷൻ CDR പ്രകാരം അത് ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ശരിക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയം വന്നത്. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് അവൻ സ്ഥലത്തുനിന്ന് പോവുകയാണ്, നേരെ പാലക്കാട്ടേക്കാണ് പോകുന്നത്. അതെന്തിനാണെന്നുള്ളത് പിന്നീട് അവൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി. ഭാര്യയുമായിട്ട് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഗൾഫിൽ പോകേണ്ട ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പാലക്കാട്ടേക്ക് പോയിരുന്നത്. ആ പോകുന്ന സമയത്താണ് ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നു റോട്ടിൽ. രാജുവിൻ്റെ വീട്ടുകാർ കൂടി നിൽക്കുന്നു, മറ്റുള്ള ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ജലജക്കനെ ആരോ കൊന്നിട്ടിട്ടുണ്ട് ഇത്രേ, എല്ലാവരും പേടിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും റോട്ടിലിറങ്ങിക്കുക പുലർച്ചെ 4 സമയത്തൊക്കെ. ഇവർ ബന്ധുക്കളല്ലേ, ജലജക്കയുടെ ബന്ധുക്കളല്ലേ ഇവരൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു, ആ ശരി നമുക്ക് വേഗം പോവാം, അങ്ങോട്ട് എത്തണ്ടല്ലേ എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ഇതിൽ വലിയ മൈൻഡൊന്നും കാണിക്കാതെ അങ്ങനെ പോയി. അതാണ് ഈ കേസിൻ്റെ സംഭവം. അങ്ങനെയാണ് അവൻ കൺഫെഷൻ പറയുന്നത്. ഇത് കേസിൽ നമുക്ക് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് ഇവൻ്റെ ഭാര്യയാണ്. ഭാര്യ പിന്നീട് പോലീസിനോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അന്നത്തെ ദിവസത്തെ അന്ന് ഭാര്യയ്ക്ക് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അന്നത്തെ ദിവസത്തെ അവൻ്റെ മൊത്തത്തിലുള്ള പ്രവൃത്തികൾ, സംസാരങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. അത് പിന്നീട് അവൻ പ്രതിയായി വന്നപ്പോഴാണ് ഭാര്യ ഇതൊക്കെ പറയുന്നത്. അത് നമുക്കൊരു വലിയ എവിഡൻസാണ്. അവരുടെ 164 നമ്മൾ എടുത്തതാണ്. അതുപോലെ ഈ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി അന്നത്തെ അവരുടെ ആ നാട്ടിലെ ക്ഷേത്രത്തിൽ കാവടി വെച്ചിട്ടോ മറ്റോ എന്തോ ഉള്ള ഒരു ക്ഷേത്രപ്രദക്ഷിണം പോലുള്ള എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവൻ്റെ അമ്മ അതൊക്കെ ചെയ്തതാണ് ഈ കേസിലെ പ്രതിയെ പിടിക്കുക. ഈ പ്രതിയുടെ അമ്മ അത്ര ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ. ആ നാട്ടിലെല്ലാവരും അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയുള്ള ആചാരങ്ങളും അതേമാതിരിക്കുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്തതാണ് ഇവൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതിൽ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു പ്രതി, ഇങ്ങനെ ഒരു ഒരു കൃത്യം ചെയ്യുന്ന ഒരാളും ഉദ്ദേശിച്ചു പോലുമില്ല. അപ്പോൾ ഇവരുടെ ഭാര്യയുടെ ഒരു മൊഴിയുണ്ട്. ഇപ്പോഴും അവർ ഭാര്യ എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. അവരുടെ അമ്മയും വിളിക്കാറുണ്ട്. അവരൊക്കെ വളരെ പേടിച്ചിട്ടായിരുന്നു ഞാൻ സാർ ഇങ്ങനെ ഒരാളുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ താമസിച്ചിരുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരിപ്പോൾ ഒരു കുടുംബജീവിതമൊക്കെ നയിച്ച് സ്വിറ്റ്സർലൻഡിലായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്നെപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, ഒരു മാസം മുമ്പിട്ട് വിളിച്ചിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നല്ലൊരു സാക്ഷി നമ്മുടെ. കാരണം അന്നത്തെ ദിവസത്തെ അവൻ്റെ പ്രവൃത്തികൾ, പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം സംശയമില്ലെങ്കിലും പിന്നീട് അവൻ പ്രതിയായി വരുമ്പോഴാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് ഡ്രസ്സ് മാറി വന്നത്, അതുകൊണ്ടാണ് നനഞ്ഞു വന്നത്. പിന്നെ ഈ അന്നത്തെ അറസ്റ്റിന് ശേഷം ഇവർ ഞങ്ങളോട് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, സാർ എനിക്ക് എൻ്റെ ഭർത്താവിനൊന്ന് നേരിട്ട് കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വരാം, ഞങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു. നേരിട്ട് വന്ന് കണ്ട് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് അവരോട് കൺഫസ് ചെയ്തു, പറ്റിപ്പോയി. അതാണല്ലോ, അത് അവർ അങ്ങനെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരുന്നുണ്ട്. 164 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ആ കേസിലെ സംഭവം. പക്ഷേ പിന്നീട് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്ന നമ്മുടെ ആ സൊസൈറ്റി സെക്രട്ടറി ഉണ്ടല്ലോ,
പറയാതിരിക്കാൻ വയ്യ. കാരണം അവർക്ക് അപ്പം മനസ്സിലുണ്ടായിട്ടുള്ളത് ആരോടും പറഞ്ഞില്ല. അവർക്ക് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ അവരുടെ മൊഴി പ്രകാരം തന്നെ പോലീസുകാർക്ക് എന്നോടുള്ള സമീപനം കൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു കാര്യം, എനിക്ക് അന്ന് തോന്നാത്തൊരു കാര്യം അന്ന് തോന്നിയതും പിന്നീട് ഞാൻ മറന്നുപോയിട്ടുള്ള ആ കാര്യം പറയാൻ ഇടയായത് എന്ന് അവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതുവരെ പോലീസിനോട് പറയാതിരുന്നതും പിന്നീട് പറയാനുണ്ടായ സാഹചര്യം എന്ന്. അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു പൊതുപ്രവർത്തിയായിട്ടുള്ള നല്ലൊരു കുട്ടിയാണ്. അവരും എപ്പോഴൊക്കെ എന്നോട് വിളിക്കാറും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ കേസിലേക്ക് ഇവനെ ഡിറ്റക്റ്റ് ചെയ്യാനും കണ്ടെത്താനും കഴിഞ്ഞത്. കാരണം എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലേ. ഈ സ്ത്രീയായിട്ട് ബന്ധവുമില്ല, വേറെ ഒന്നുമില്ല, മറ്റു തെളിവുകളൊന്നുമില്ല. ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുന്ന ഒരു തെളിവാണ്. എന്നാൽ അതൊരു നല്ല ഫിംഗർ പ്രിൻ്റ് പോലുള്ള നല്ലൊരു എവിഡൻസ് കൂടിയാണ്. പിന്നെ ഈ കണ്ട സാക്ഷികളുണ്ട്. പിന്നീടാണ് അവർക്ക് ഈ സാക്ഷികളെ പ്രതികളെയൊക്കെ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. എന്തായാലും കേസ് അങ്ങനെ ട്രയലിൽ വന്നു. കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും വേറൊരു കേസ്, ഞങ്ങളിങ്ങനെ ജില്ല തൊട്ട് മറ്റൊരു ജില്ലയിലേക്ക് മാറി പോകുന്ന ഓരോ കേസുകളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ്. അപ്പോഴേക്കും മറ്റൊരു കേസ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു 13 കിലോ സ്വർണവും 7 ലക്ഷം രൂപയും കവർച്ച നടത്തിയ ഒരു ജ്വല്ലറി കവർച്ച നടത്തിയ കേസ് റിപ്പോർട്ടായി. ഞങ്ങളോട് എത്രയും പെട്ടെന്ന് മടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനും സുനിലും മടങ്ങി. ബാക്കിയുള്ള പോലീസുകാരും സുദർശൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ കേസ് അവസാന കുറ്റപത്രം സമർപ്പിച്ചു. കേസ് ട്രയലിൽ വന്നു. മാവേലിക്കര സെഷൻസ് കോടതിയിൽ അത് ട്രയലിന് വന്നു. ആദ്യ മൊഴികൾ രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയോടുകൂടി തന്നെ കേസ് ശിക്ഷിക്കപ്പെടുന്നുള്ള ഉറപ്പായി. അങ്ങനെ നമ്മുടെ പ്രതി തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തത്. അതാണ് ആ കേസിൻ്റെ അന്ത്യം. കനാലിൻ്റെ തീരത്ത് ഒരു ടാർപ്പായ കൊണ്ട് മേഞ്ഞ ചെറിയൊരു കുടില, വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. വളരെ ചെറിയൊരു കുടിൽ, മലമൂത്ര വിസർജനത്തിന് പോലും ഒരു സ്ഥലമില്ല. ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ മലമൂത്ര വിസർജനം നടത്തി പിന്നീട് എവിടെയെങ്കിലും കൊണ്ടുപോയിടുന്ന ഒരവസ്ഥ. LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഒരു അമ്മയും മകളും താമസിക്കുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, അത് വേറെ. ഇടയ്ക്ക് അച്ഛൻ്റെ ഇവിടെ താമസിക്കും, ഇടയ്ക്ക് ഇവിടെ താമസിക്കും. അങ്ങനെയായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വൈകുന്നേരത്ത് ഈ വീട്ടിൽ നിന്ന് ഒരു ബഹളം കേട്ടു. അപ്പോൾ പരിസരത്തുള്ള പല ആളുകളും അങ്ങോട്ട് വന്നു. പക്ഷേ ആ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നില്ല. പിന്നെ സൗണ്ടൊന്നും കേട്ടില്ല.